അടുത്ത ദിവസം സിഡ്നി അവളെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എല്ലാം കെക്കോവയോടും റജീനയോടും വിശദീകരിക്കുന്നു. അവരുണ്ടോ ഇത് വല്ലതും വിശ്വസിക്കുന്നു. കില്ലറും മാഡിസണും തമ്മിൽ എന്തെങ്കിലും സൈക്കിക് ബോണ്ട് ഉണ്ടാവും, അതുകൊണ്ടാവും മാഡിസണും ഈ മരണങ്ങളൊക്കെ കാണുന്നതെന്ന് സിഡ്നി കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒടുവിൽ സിഡ്നിയുടെ നിർബന്ധത്തിന് വഴങ്ങി പോലീസ് ഡോക്ടറിന്റെ വീട് സന്ദർശിക്കുന്നു. നോക്കുമ്പോൾ മാഡിസൺ പറഞ്ഞതുപോലെ തന്നെ ആ ഡോക്ടറിന്റെ മൃതദേഹം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ മാഡിസനെ കൊണ്ട് ഗബ്രിയലിന്റെ രേഖാചിത്രം വരയ്ക്കുന്നു. ആ ചിത്രം കണ്ടതോടുകൂടി നിങ്ങളെന്താ ആളെ കളിയാക്കുന്നു എന്ന് ചോദിച്ച് റെജീന മാഡിസണോട് ചൂടാവുന്നു. ഈ രൂപം കണ്ട ആരാണേലും ഇത് തന്നെ ചോദിക്കത്തുള്ളൂ. അടുത്ത സീനിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മാഡിസൺ ബാത്റൂമിൽ പോകുമ്പോൾ അവക്കൊരു അൺനോൺ കോൾ വരുന്നു. ഹലോ എമിലി എന്ന് മറുവശത്ത് നിന്ന് സംസാരിക്കുമ്പോൾ താൻ എമിലി അല്ല മാഡിസൺ ആണെന്ന് അവൾ പറയുന്നു. അത് നിന്റെ വളർത്തച്ഛനിട്ട പേര്, പക്ഷെ എനിക്ക് നീ എമിലിയാണ്. നിങ്ങൾ ആരാണ് എന്ന് മാഡിസൺ ചോദിക്കുമ്പോൾ ഞാൻ ആരാണ് എന്താന്നൊക്കെ നിനക്കറിയാം, അതിനു മുൻപ് ഞാൻ റിയൽ അല്ലെന്നാണ് ആ പോലീസുകാർ പറഞ്ഞത്. അതിനുള്ളത് അവർക്ക് കിട്ടാൻ പോവുകയാണെന്ന് അപ്പുറത്തിരിക്കുന്ന ആള് പറഞ്ഞപ്പോൾ മാഡിസൺ അറിയാതെ ഗബ്രിയേൽ അവരൊന്നും ചെയ്യരുതെന്ന് പറയുന്നു. കണ്ടോ, അപ്പോൾ നിനക്കെന്നെ അറിയാമെന്ന് പറഞ്ഞ് ആ ഫോൺ കട്ടാവുന്നു. പേടിച്ചു പറിച്ച് മാഡിസൺ പുറത്തേക്ക് പോകുന്നു. ഇതേ സമയം കെക്കോവ സിഡ്നിയെ വളയ്ക്കാനുള്ള ശ്രമത്തിലാണ്. സ്വർഗത്തിലെ കട്ടുറുമ്പിനെ പോലെ മാഡിസൺ സിഡ്നിയെയും കൂട്ടി പുറത്തേക്ക് പോകുന്നു. ആ സമയത്താണ് മറ്റേ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് അങ്ങോട്ട് വരുന്നത്. അവനോട് ആ ഫോട്ടോയുടെ കാര്യം കെക്കോവ ചോദിക്കുമ്പോൾ അത് ഓൾറെഡി കണ്ടില്ലേ, നിന്റെ മേശപ്പുറത്തുണ്ടായിരുന്നല്ലോ, ഇത് കണ്ടല്ലേ ആ സ്ത്രീയെ നീ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് അയാൾ പറയുമ്പോൾ കെക്കോവ ഫോട്ടോ എടുത്ത് നോക്കുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ മാഡിസൺ തന്നെയാണ്. അവളും ഡോക്ടർ വീവറിന്റെ ഒരു പേഷ്യന്റ് ആയിരുന്നു. അടുത്ത സീനിൽ കാറി വെച്ച് മാഡിസൺ സിഡ്നിയോട് ആ കൊലയാളിയുടെ പേര് ഗബ്രിയേൽ ആണെന്നും അവൻ തന്റെ പാസ്റ്റിൽ എവിടെയോ ഉള്ള ആളാണെന്നും പക്ഷെ തനിക്കൊന്നും ഓർമ്മയില്ലെന്നും പറയുന്നു. എന്നാൽ വേഗം പോലീസുകാരെ അറിയിക്കാമെന്ന് സിഡ്നി പറയുമ്പോൾ ഒരു കാര്യവുമില്ല, അവൻ ഞാനാണ് ഇതൊക്കെ ചെയ്തതെന്നാ വിശ്വസിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മാഡിസൺ നേരെ അവളുടെ വളർത്തമ്മയുടെ അടുത്ത് ചെല്ലുന്നു. എന്നിട്ട് ആരാണ് ഗബ്രിയേൽ എന്ന് അവരോട് ചോദിക്കുമ്പോൾ അവരുടെ മുഖം ആകെ മാറുന്നുണ്ട്. ഉടനെ തന്നെ അവളുടെ കുറച്ച് ബർത്ത്ഡേ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നു. അതിൽ പല സമയത്തും മാഡിസൺ ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് ആരാണെന്ന് അച്ഛനും അമ്മയും ചോദിക്കുമ്പോൾ ഗബ്രിയേൽ എന്നായിരുന്നു അവളുടെ മറുപടി. ഗബ്രിയേൽ അവളുടെ ഒരു ഇമാജിനറി ക്യാരക്ടർ ആണെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ അച്ഛനും അമ്മയും പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ കണ്ട് സിഡ്നിയും മാഡിസണും അതിശയിച്ച് നിൽക്കാണ്. അടുത്ത സീനിൽ കെക്കോവ കേസ് ഫയൽസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഡോക്ടർ വീവറിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ കുറച്ച് പെൻ ഡ്രൈവ്സ് കാണുന്നു. അത് നോക്കുമ്പോൾ ഡോക്ടർ വീവറും കഴിഞ്ഞ ദിവസം മരിച്ച ആ ഡോക്ടറൊക്കെ കൊളീഗ്സ് ആണെന്ന് മനസ്സിലാക്കുന്നു. കൂടെ മറ്റൊരു ഡോക്ടറിനെയും കാണുന്നു. കില്ലറിന്റെ അടുത്ത ഇര തീർച്ചയായിട്ടും ഇയാളായിരിക്കുമെന്ന് കെക്കോവ ഉറപ്പിക്കുന്നു. ആ ഡോക്ടറെ കാണാൻ കെക്കോവ പുറപ്പെടുന്നുണ്ട്. പക്ഷെ എന്നത്തെ പോലെയും മാഡിസൺ ഇല്ലൂഷനിലൂടെ ആ ഡോക്ടറിന്റെ മരണവും നേരിൽ കാണുവാണ്. കെക്കോവ ഡോക്ടറിന്റെ ഫ്ലാറ്റിൽ എത്തിയപ്പോഴേക്കും അയാൾ മരിച്ചിരുന്നു. പക്ഷെ ഗബ്രിയേൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കെക്കോവയെ തള്ളി മാറ്റി ഗബ്രിയേൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അമാനുഷിക ശക്തി ഉള്ളതുപോലെയാണ് ഗബ്രിയേൽ ഓടുന്നത്. കെക്കോവ എത്ര പിന്തുടർന്നിട്ടും ഗബ്രിയേലിനെ പിടിക്കാൻ